എല്ലാവർക്കും നിതിൻ കാലി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുള്ളത് കോഴിക്കോട് NGO ക്വാർട്ടേഴ്സ് ഇൻഫോടെക്കിന്റെ ഒരു ബ്രാഞ്ചിലാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. കോഴ്സുകൾ ഒപ്പം തന്നെ ഒരുപാട് ഫ്രീ കോഴ്സുകൾ, അതായത് ഒരുപാട് ജ്വല്ലറി മേക്കിംഗ് പോലത്തെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നുണ്ട് ഇവരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്, ഇത് റിയൽ ആണോ, കാര്യങ്ങൾ എല്ലാം നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് വരാം, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഇതെല്ലാം സത്യമാണോ എന്ന് നമുക്ക് ചോദിച്ചിട്ട് വരാം. നമ്മുടെ കൂടെ രജനി മിസ് ഉണ്ട്, നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മളുള്ളത് ഇൻഫോടെക്കിലാണ്. ഇൻഫോടെക്കിൽ നമ്മളെ രജനി മാഡത്തിന്റെ കൂടെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് കോഴ്സുകൾ ഫ്രീ ആയിട്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് നമ്മൾ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ റിയൽ കാര്യങ്ങൾ എന്ന് നമ്മൾ രജനി മാഡത്തിന് ചോദിക്കാം. അപ്പൊ എന്തൊക്കെയാണ് മാഡം? ആക്ച്വലി ഇൻഫോടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ 24 ഇയേഴ്സ് ഓഫ് എക്സലൻസോടുകൂടി കാലിക്കറ്റിൽ IT എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് 7 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. നമ്മുടെ കോഴ്സുകളെ പറ്റി പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എല്ലാവർക്കും ജോലിയാണല്ലോ ആവശ്യം. സോ ഇൻഫോടെക് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. സോ നമ്മൾ ഇഷ്ടംപോലെ ജോലി അവസരങ്ങൾ നമ്മൾ ഡെയിലി നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഷെയർ ചെയ്യുകയും കൂടുതൽ പേർ 3.5 ലക്ഷത്തോളം ആൾക്കാരാണ് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ളത്. കുറെ പേർക്ക് ജോലിയിലേക്ക് അവർ എത്തിപ്പെടുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ കോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് PGDMA, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ്, ദെൻ PGDIT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. ഈ 2 കോഴ്സുകളൊക്കെ തന്നെ ജോബ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ നമ്മുടെ കുട്ടികളെ സ്കിൽഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് സെഷനുകളാണ് നമ്മൾ ഇൻഫോടെക്കിന്റെ എല്ലാ ബ്രാഞ്ചസിലും വെച്ച് നടത്തുന്നത്. അപ്പൊ നമ്മൾ ഇൻഫോടെക്കിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാം. ഹലോ, എന്താ പേര്? ആഷിത. അപ്പൊ എന്താണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്? ഞാനിവിടെ എവിടെ വന്ന ശേഷമാണ് എനിക്ക് അക്കൗണ്ടിങ്ങിനുള്ള എല്ലാ ഇംപ്രൂവ്മെന്റ്സും ഉണ്ടായിട്ടുള്ളത്. മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ജോബിലേക്ക് പോകാനും അതേപോലെ നമ്മളെ തന്നെ സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. എൻ്റെ പേര് ഫസ്നായിക്ക്. ഞാൻ അവിടെ CTT സ്റ്റുഡൻ്റ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി വരുന്ന പോലെ അല്ല, നമുക്ക് ഇവിടുന്ന് മോട്ടിവേഷൻ ആയാലും ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ഒരാളോട് സംസാരിക്കാനും ഇതിനൊക്കെ ഭയങ്കര പേടിയാണ്. സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സെമിനാർ കൊണ്ടും അതുകൊണ്ടൊക്കെ എനിക്ക് നല്ല ഇമ്പ്രൂവ് ചെയ്യാം. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ തന്നെ നമുക്കിപ്പോ ജോബ് ഒരു എന്താ പറയുക, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അതൊരു സ്കിൽഡ് ആവുക, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. അത് ഇവിടുന്ന് നമുക്ക് നൽകുന്നുണ്ട്, എല്ലാം ഫ്രീ ആയിട്ടാണ്. അപ്പൊ ഒരുപാട് കോഴ്സുകൾ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽ ഒരു കരിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ പഠിപ്പിക്കുന്നത്. സോ ആ കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവരൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും അവർക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ, ഇതൊക്കെ നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്നതിന്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് ആ ഒരു കരിയർ ഗ്രാബ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവർ സൗജന്യമായി അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കൂടി ഇന്ന് സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് NGO ക്വാർട്ടേഴ്സ് മോർ സൂപ്പർ മാർക്കറ്റിന്റെ മുകളിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് അന്വേഷിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ, ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണോ, ഇൻഫോടെക്കുമായി ബന്ധപ്പെടാം. അപ്പൊ ബന്ധപ്പെടാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും